ഫ്രണ്ട്സേ, ധന്യാണ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് റമദാൻ 27. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് കാത്തിരുന്ന ആ ഒരു ദിവസം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകൾ ധന്യ നോമ്പുണ്ടോ, എത്ര നോമ്പായി എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഒരു ലേഡിക്ക് 27 നോമ്പ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. അവർക്ക് അറിയാം, എന്നാലും അവർക്കത് പറയണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്ക്. അപ്പോൾ എന്തായാലും ലേഡീസ് പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതിലൊരു 7 നോമ്പും പിന്നെ ഒരു 3 നോമ്പ് എനിക്ക് തലവേദനയായിട്ട് 3 ദിവസം ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 10 ദിവസം മരുന്നാണ് ഡോക്ടർ തന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ 3 ദിവസത്തെ മരുന്നേ കഴിച്ചിട്ടുള്ളൂ. ഇനിയും 7 ദിവസത്തെ മരുന്ന് കിടക്കുകയാണ് എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. ആ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് അത്രയും നല്ലോണം വയ്യായ്ക വരുമ്പോൾ മാത്രം ടാബ്ലറ്റ് കഴിച്ചാൽ മതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കടയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് പുറത്തത്തെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ 10 നോമ്പ് കളായ നോമ്പാണ്. ആ നോമ്പ് ഞാൻ നോറ്റി വീട്ടും. ഈ ഒരു റമദാൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ 10 ദിവസം എൻ്റെ നോമ്പ് ഞാൻ എന്തായാലും നോറ്റി വീട്ടുന്നതായിരിക്കും. കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി തന്നെയാണ്. എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ മാനസികപരമായും ശാരീരികപരമായും നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനായി നോമ്പ് എടുക്കുന്നത്. നോമ്പ് നോറ്റിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ തടിയൊന്ന് ഒതുങ്ങി. പിന്നെ നമുക്കുണ്ടായിരുന്ന ടെൻഷനും ഡിപ്രഷനും ഒക്കെ കുറച്ച് കുറഞ്ഞു, കുറച്ച് റെസ്റ്റ് കിട്ടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ കടയിൽ കച്ചവടവും കുറഞ്ഞു. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഉണ്ണിയപ്പം ഇടാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ വീട്ടിൽ നിന്ന് ചുട്ടൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാകെ ഒരു കുറ്റി ഗ്യാസുള്ളൂ. ആ ഒരു കുറ്റി ഗ്യാസിൽ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞാൽ വീട്ടിലും പ്രശ്നമാവും. അങ്ങനെ മൊത്തത്തിൽ കച്ചവട പറഞ്ഞ പോലെ ഇരിക്കുകയാണ് ഞാൻ. എന്താ പറയുക, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താണ്, ഒരു ഉസ്താദ് ഉണ്ണിയപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ 25-ാം തീയതി ഒരു 50 ഉണ്ണിയപ്പം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അതിനുശേഷം എനിക്ക് ഉണ്ണിയപ്പം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്യാസ് കുറച്ചുള്ളൂ. കടയിൽ പപ്പടം കാച്ചി അല്ലെങ്കിൽ ചൂടുവെള്ളം വെക്കാനൊക്കെ മാത്രമുള്ളിട്ട് ഒരു അരക്കുറ്റിയില്ല, കുറ്റി ഗ്യാസുള്ളൂ. അത് ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഒരുപാട് ഉപയോഗിക്കാതെ ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ്. പിന്നെ അടുപ്പിൽ കത്തിച്ചൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിന് അടുപ്പിൽ കത്തിക്കൽ നടക്കില്ല. അതെന്തായാലും നടക്കണ കാര്യമില്ല. വലിയ അടുപ്പാണ്, കുഞ്ഞ അടുപ്പുമില്ല. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റണ്ണിങ് ആവുമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പ്രാർത്ഥന ഉള്ളത് കൊണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ്. ഇപ്പോൾ വിശ്വാസമില്ലാത്തവരടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. വിശ്വാസമുള്ള ആളുകളുണ്ട്, അവരിലേക്ക് എൻ്റെ വീഡിയോ ചെന്ന് എത്തുമ്പോൾ അവരുടെ പ്രാർത്ഥനയും കൂടെ കിട്ടുമ്പോൾ കണ്ണി തട്ടേണ്ടത് പുരികത്ത് തട്ടിപ്പോവും. അങ്ങനെയല്ലേ. അപ്പോൾ എന്തായാലും നല്ല ദിവസം ആശംസിക്കുന്നു. ചേട്ടാ.